കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ അൽ ഫലാഹ് സർവകലാശാല ചെയർമാന് 2 ആഴ്ചത്തെ ഇടക്കാല ജാമ്യം. ചെയർമാൻ ജവാദ് അഹമ്മദ് സിദ്ദീഖിക്ക് ഇഡി കേസിൽ ഡൽഹി സാകേത് കോടതിയാണ് ജാമ്യം കൊടുത്തത്. ഭാര്യയുടെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു ഇടക്കാല ജാമ്യം തേടിയത്. റഷീദ് കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. റഷീദ്, എന്താണ് വിശദാംശം? നിഷാദ്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കുന്ന കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലാണ് അൽ ഫലാഹ് സർവകലാശാല ചെയർമാൻ ജവാദ് അഹമ്മദ് സിദ്ദീഖിക്ക് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഇടക്കാല ജാമ്യമാണ് ഇപ്പോൾ നിലവിൽ അനുവദിച്ചിരിക്കുന്നത്. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിലെ സെക്ഷൻ 45 പ്രകാരം സിദ്ദീഖ് സമർപ്പിച്ചിട്ടുള്ള ഇടക്കാല ഹർജിയും ജസ്റ്റിസ് ശീതൽ ചൗധരി പരിഗണിക്കുകയായിരുന്നു. എന്തായാലും ഭാര്യയുടെ അസുഖം അനുവദിക്കണം എന്നുള്ളതായിരുന്നു ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷം നവംബർ 18 ജവാദ് ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് വിവിധ മേഖലകളിലൂടെ കള്ളപ്പണം വെളുപ്പിക്കൽ നടത്തി എന്നുള്ളതാണ് ഈ ജവാദ് സിദ്ദീഖിനെതിരെ ചുമത്തിയിട്ടുള്ള കുറ്റം. കഴിഞ്ഞ വർഷം ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ട ഡോക്ടർ ഉമർ നബി ഈ സർവകലാശാലയിൽ ജോലി ചെയ്തതുമായി ബന്ധപ്പെട്ടാണ് പിന്നീട് സർവകലാശാലയിലേക്ക് കൂടുതൽ അധികൃതരിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കാൻ CBIയും അതോടൊപ്പം മറ്റു അന്വേഷണ ഏജൻസികളും മുന്നോട്ട് പോരും. എന്തായാലും ഇപ്പോൾ